നമസ്കാരം, ഞാൻ ദിനേശ് സോബർണിക. ഇന്ന് പറയുന്നത് ഈ അഡീനിയം ചെടികളുടെ നല്ല കരുത്തുള്ള മുട്ടുകൾ. ഇപ്പൊ ഇതിലൊക്കെ നല്ല കരുത്തുള്ള മുട്ടുകൾ നിൽക്കുന്നുണ്ട്. ഈ മുട്ടുകൾ വിരിയാതെ കൊഴിഞ്ഞു പോവുക. കുറച്ച് വളർന്ന് ഒരു 3/4 ഭാഗം വളർച്ച കഴിഞ്ഞാൽ പെറ്റൽസ് വിരിയേണ്ട സമയത്ത് ബ്ലാക്ക് കളറായിട്ട് കൊഴിഞ്ഞു പോവുക. ഇതെല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ്. എന്റെ ചെടികൾക്കൊക്കെ വല്ലപ്പോഴൊക്കെ വരാറുണ്ട്, എന്നാലും കാര്യമായിട്ട് അത് എഫക്ട് ചെയ്യാറില്ല. അതിന്റെ കാരണങ്ങൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. നമ്മളുടെ അഡീനിയ ചെടികൾക്ക് അമിതമായി വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ആ ചെടിയുടെ മുട്ട് വിടരാതെ കൊഴിഞ്ഞു പോവാറുണ്ട്. കാരണം പെറ്റൽസ്, ചെടി കൂടുതൽ ആഹാരം വലിക്കുമ്പോൾ വെറും വെള്ളം മാത്രം വലിച്ചെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇതിനുള്ള വെള്ളത്തിന്റെ അത് കൂടിക്കഴിഞ്ഞാൽ, അതിന്റെ ചെടിയിൽ കൂടിക്കഴിഞ്ഞാൽ മുട്ട് വീണ് പോവാറുണ്ട്, കുറച്ച് കളറ് മാറി മങ്ങി പോവാറുണ്ട്. അത് നോർമൽ വരുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്, വെള്ളം തീരെ ഇല്ലാത്ത ഓവർ ഡ്രൈ ആയ അവസ്ഥയിൽ വീണ് പോവാന്ന്. അത് അപൂർവമാണ് അഡീനിയത്തിനെ സംബന്ധിച്ച്. കാരണം വെള്ളം ഇല്ലെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയും, വിടരും, കുറച്ച് വലിപ്പക്കുറവ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ കേസ്. മൂന്നാമത്തത്, പ്രധാനമായിട്ടും അഡീനിയത്തിന്റെ പൂമുട്ട് കഴിയാനുള്ള ഒരു കാരണം അതിന്റെ സക്കിംഗ് പെസ്റ്റ് ആണ്. അതായത് നീരുറ്റി കുടിക്കുന്ന പ്രാണികള് ഈ മുട്ട ഉണ്ടാകുന്ന സമയത്ത്, ഇപ്പൊ ഈ ഇതൊക്കെ മുട്ടുണ്ടായിട്ട് കുറെ ദിവസമായി, മുട്ട ഉണ്ടാകുന്ന സമയത്ത് ഈ പോയിന്റിൽ മുട്ടിന്റെ ഞെട്ടികൾ ഉണ്ടാവും. ആ ഞെട്ടികളുടെ അവിടെ ഈ അവസ്ഥയിലല്ല കേട്ടോ, മുട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമല്ലേ, മുട്ടിങ്ങനെ തുടങ്ങുന്ന ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് മുട്ടിങ്ങനെ തുടങ്ങി വരുന്ന സമയത്ത് ആ മുട്ടിന്റെ ഞെട്ടിക്ക് അടിയിലുള്ള പച്ച പോയിന്റിൽ ഇരുന്നിട്ട് നമ്മളുടെ പെസ്റ്റുകള് അതിന്റെ നീര് ഒരു കൊമ്പ് ഉള്ളിലേക്ക് കയറ്റി നീര് ഇങ്ങനെ വലിച്ചു കുടിക്കും. അത് ഈ ഇളം തണ്ടിലാണ് കുത്തി കുടിക്കും. മുട്ട് വളരുന്ന സമയത്തൊക്കെ അത് കുടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുടിച്ച് പൂവായി വിരിയാൻ ഈ ചെടിക്ക് കരുത്ത് വേണം. മുട്ടിനൊരു കരുത്തുണ്ടെങ്കിൽ അത് പൂവായിട്ട് വിരിയുള്ളൂ. ആ കരുത്ത് കിട്ടില്ല. കാരണം ആ ചെടിയിലേക്ക് വന്ന ആഹാരം മുട്ടിലേക്ക് വിരിയാൻ വേണ്ടത് മുഴുവനും ഈ സക്കിംഗ് പെസ്റ്റ് കുടിച്ചെടുത്തു. ആ കുടിച്ചെടുത്ത് കാരണം അതിന് വിരിയാൻ പറ്റില്ല. വിരിയാൻ പറ്റാതെ വരുന്ന സമയത്ത് ആ ചെടിയുടെ പൂർണ്ണതയിലേക്ക് എത്തുകയാണത്. വിരിയുന്നു എന്ന് തോന്നലിൽ വിരിയാതിരിക്കുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ട് അത് മെല്ലെ മെല്ലെ അവിടെ ഇരുന്ന് ഉണങ്ങാൻ തുടങ്ങുന്നു, കരിയാൻ തുടങ്ങുന്നു, വീഴാൻ തുടങ്ങുന്നു. ഇതാണ് മൂന്നാമത്തത്. നാലാമത്തെ ഒരു കാര്യമുള്ളത് മൈക്രോ ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി. നിങ്ങൾ വെറും NPKയോ വെറും വെള്ളമോ മാത്രം കൊടുത്ത് വല്ലപ്പോഴും വളമിട്ട് വളർത്തുന്ന ചെടികളാണെങ്കിൽ ഈ ചെടികൾക്ക് കൃത്യമായ മൈക്രോ ന്യൂട്രിയൻസ് കിട്ടാതെ വന്നാൽ ഇതിന്റെ പെറ്റൽസ് വിടരാനും പെറ്റൽസ് വലുതാവാനും മുട്ട് വലുതാവാനുള്ള കഴിവ് കിട്ടാതെ, അല്ലെങ്കിൽ അതിന് വേണ്ട ഊർജം കിട്ടാതെ മുട്ട് കൊഴിഞ്ഞു പോവാറുണ്ട്. അപ്പൊ ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ റെമഡി എന്ന് പറയുന്നത് കൃത്യമായ തോതിൽ നനയ്ക്കുക എന്നുള്ളതാണ്. ഈ കൃത്യമായ തോതിൽ നനയ്ക്കുമ്പോൾ അതിൽ മൈക്രോ ന്യൂട്രിയൻസ് കൂടിയിട്ടുള്ള വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു നന കൊടുക്കുക. അത് രാസവളാണോ ജൈവവളാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്, അത് കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ മറ്റൊരു കാര്യം, ഇതിൽ തന്നെ 3 കാര്യവും ക്ലിയർ ആയി. വെള്ളം കുറവ്, വെള്ളം കൂടുതൽ, വളം, മൈക്രോ ന്യൂട്രിയൻസും NPKയും വളമൊക്കെ കൃത്യമായി കൊടുക്കുക, വെള്ളമായ ഈ 3 കാര്യങ്ങളും ക്ലിയർ. നാലാമത്തത് സക്കിംഗ് പെസ്റ്റാ. ഈ സക്കിംഗ് പെസ്റ്റ് വരുന്നത് മുട്ട് തുടങ്ങുന്ന സമയത്താണ്. അതുകൊണ്ട് മുട്ട് കണ്ടു തുടങ്ങുന്ന അന്ന് തൊട്ടിട്ട് ഒരു 4 ദിവസം തുടർച്ചയായിട്ട് കഞ്ഞിവെള്ളം, സോപ്പ്, വേപ്പെണ്ണ ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ മുട്ടിന്റെ കടഭാഗത്തേക്ക് നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക. രാവിലെ സമയത്ത് നന്നായി സ്പ്രേ കൊടുക്കുക. തുടർച്ചയായ ദിവസങ്ങളിൽ 4 ദിവസം സ്പ്രേ കൊടുത്താൽ ഈ സക്കിംഗ് പെസ്റ്റിനെ റിപ്പൽ ചെയ്യാൻ ഒരുവിധം സഹായിക്കും. ആ റിപ്പൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ തുടക്കത്തിലെ ഈ ജ്യൂസ് കുടിച്ചെടുക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ ചെടിക്ക് മുട്ടിന് നല്ല വളർച്ച കിട്ടും. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്, ഏത് തരം പെസ്റ്റ് ആണെന്ന് നമുക്ക് അറിയാനും കൂടി വേണ്ടിയിട്ട് ചെടികളുടെ ഇടയിൽ മഞ്ഞ കളറുള്ള പശയുള്ള ഒരു സ്റ്റിക്കർ ഷീറ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനും എളുപ്പമായിരിക്കും. ഇനി മുതൽ നിങ്ങളുടെ അഡീനിയം ചെടികളുടെ മുട്ട് കരിഞ്ഞു പോകില്ല, അല്ലെങ്കിൽ പൂവായി വിരിയാതെ നാശമായി പോകില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്തിട്ട് അവരോട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. കൂടാതെ കമൻറ്റ് രേഖപ്പെടുത്താനും കൂടി ഓർമ്മിപ്പിക്കുക. താങ്ക്